പാക്ക് ചെയ്ത് വിൽപ്പന നടത്തുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിൽ 14ഓളം കാര്യങ്ങൾ കൊടുക്കണമെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ലേബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ വളരെ ചെറിയ പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്ന ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവും. അത്തരം ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ലേബലിംഗ് ആൻഡ് ഡിസ്പ്ലേ റെഗുലേഷനിൽ ഇത്തരത്തിൽ വളരെ ചെറിയ പാക്കറ്റുകൾക്ക് എക്സെപ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഭക്ഷ്യവസ്തുവിന്റെ പാക്കറ്റിന്റെ സർഫസ് ഏരിയ 100 സെന്റിമീറ്റർ സ്ക്വയർ കൂടുതലില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ സ്ക്വയറോ അതിൽ താഴെയോ മാത്രമാണെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾക്ക് എക്സെപ്ഷൻ. അതായത് ഭക്ഷ്യവസ്തുവിന്റെ ലേബലിൽ കൊടുക്കേണ്ട 8ഓളം കാര്യങ്ങൾ ആ പാക്കറ്റിന് മുകളിൽ കൊടുക്കണമെന്നില്ല. എന്തൊക്കെയാണ് അങ്ങനെ കൊടുക്കാതിരിക്കാൻ എക്സെപ്ഷൻ ഉള്ള കാര്യങ്ങളും നോക്കാം. ഒന്ന്, ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്. മറ്റൊന്ന്, ബാച്ച് നമ്പർ അല്ലെങ്കിൽ ലോട്ട് നമ്പർ. മറ്റൊന്ന്, ന്യൂട്രീഷൻ ഇൻഫർമേഷൻ. ഇറേഡിയേറ്റഡ് ഫുഡ് ആണെന്ന് തിരിച്ചറിയാനുള്ള ലേബൽ ഓഫ് ഇറേഡിയേറ്റഡ് ഫുഡ്. ഫുഡ് അഡിറ്റീവ്സ് ചേർത്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ ഓഫ് ഫുഡ് അഡിറ്റീവ്സ്. ആ സ്ഥാപനത്തിന്റെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് നമ്പറും അതുപോലെ FSSAI ലോഗോയും. ഇമ്പോർട്ട് ചെയ്ത ഉൽപ്പന്നമാണെങ്കിൽ നെയിം ആൻഡ് കംപ്ലീറ്റ് അഡ്രസ് ഓഫ് ദി ഇമ്പോർട്ടർ. പിന്നെ ഇൻസ്ട്രക്ഷൻ ഫോർ യൂസ്. ഈ 8 കാര്യങ്ങൾ 100 സെന്റിമീറ്റർ സ്ക്വയറോ അതിൽ താഴെയോ മാത്രമുള്ള പാക്കറ്റ് ആണെങ്കിൽ അതിന് മുകളിൽ കൊടുക്കണമെന്നില്ല. പകരം അതിന്റെ മൾട്ടി യൂണിറ്റ് പാക്കറ്റ് ഉണ്ടാവും. അതായത് ഈ ചെറിയ പാക്കറ്റുകളൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു വലിയ പാക്കറ്റ് ഉണ്ടാവുമല്ലോ, ആ വലിയ പാക്കറ്റ് അല്ലെങ്കിൽ മൾട്ടി യൂണിറ്റ് പാക്കറ്റിന് മുകളിൽ മാത്രം കൊടുത്താൽ മതിയാകും. എന്നാൽ ഒരു ഫുഡ് പാക്കറ്റിന്റെ സർഫസ് ഏരിയ 30 സെന്റിമീറ്റർ സ്ക്വയറിലും താഴെയാണെങ്കിൽ അതിനു മുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങൾക്ക് പുറമെ മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് എന്നിവയും കൊടുക്കണമെന്നില്ല. അവയും അതിന്റെ മൾട്ടി യൂണിറ്റ് പാക്കറ്റിന്റെ മുകളിൽ കൊടുത്താൽ മതിയാകും. മറ്റൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു. അതായത് ഒരു ഭക്ഷ്യവസ്തുവിന്റെ ഷെൽഫ് ലൈഫ് 7 ഡേയ്സിൽ താഴെയാണെങ്കിൽ അതിനു മുകളിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് കൊടുക്കണമെന്നില്ല. പകരം യൂസ് ബൈ ഡേറ്റ് മാത്രം കൊടുത്താൽ മതിയാകും. ബ്രെഡ്, ബണ്ണ്, പാല് പോലെയുള്ള പല ഉൽപ്പന്നങ്ങളിലും ഇത്തരത്തിൽ മാനുഫാക്ചറിംഗ് ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. പകരം അത് ഉപയോഗിക്കേണ്ട അവസാന തീയതി അല്ലെങ്കിൽ യൂസ് ബൈ ഡേറ്റ് മാത്രമേ കൊടുത്തു കാണാറുള്ളൂ. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്